ഗാഡ്. ഓ ഗായ്സ് നോക്കൂ, നിങ്ങൾക്ക് ആ മേളിൽ കാണുന്നുണ്ടോ കോണ്ടൂർ? അതാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. അതായത് ടീ ക്ലോണൽ എന്ന് പറയും. ഈ കാണുന്നതാണ് സീഡ്ലിംഗ് ടീ. അതായത് കോണ്ടൂർ അല്ലാതെ കിടക്കുന്നത്. അതുകൊണ്ടോ നിങ്ങൾക്ക് രണ്ടിൻ്റെ വ്യത്യാസമുണ്ടോ? ഒന്ന് ഇളം പച്ച, ഒന്ന് കാട്ടുപച്ച. ആ കാട്ടുപച്ച കിടക്കുന്നതാണ് സീഡ്ലിംഗ് ടീ, മറ്റേതാണ് കോണ്ടൂർ. ആ കോണ്ടൂർ ഭംഗിയുണ്ട്. എന്ത് രസമാണെന്നറിയോ? ബേസിക്കലി ടീ ഫീൽഡ്സ് ആർ സോ ഗുഡ്, ടീ പ്ലാന്റേഷൻസ് ആർ ഓസം. ബട്ട് ഞാൻ എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ ഞാൻ ഓൾമോസ്റ്റ് 2, 3, 4 ഒഫീഷ്യൽ പ്ലാന്റേഷൻസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ PK ടി പെരിയക്കര MLA ടി വിസിറ്റ് ചെയ്തത് വാൽപ്പാറയാണ്, കോയമ്പത്തൂർ. സോ അവിടെ പോയപ്പോഴും പിന്നെ ആസാമിൽ പോയി, നോർത്ത് ഈസ്റ്റ് ആസാമിൽ പോയി റൊസൽ ഒഫീഷ്യൽ ടീ പ്ലാന്റേഷനിൽ പോയപ്പോഴും ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും ഒരു ഭംഗി എനിക്ക് കിട്ടിയില്ല. കാരണം അസം ആ സൈഡൊക്കെ ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ടീ പ്ലാന്റേഷനൊക്കെ ഭയങ്കര ഫ്ലാറ്റ് സൈഡാണ്. ഇതേപോലെ ഒരിക്കലും കൊണ്ടുവരില്ല. സോ നിങ്ങൾക്ക് ഭംഗിയുള്ള, ഏറ്റവും ഭംഗിയുള്ള ടീ പ്ലാന്റേഷൻസ് കാണാൻ പറ്റും നമ്മുടെ കേരളത്തിൽ മൂന്നാറിൽ തന്നെയാണ്. സോ അതിൽ യാതൊരുവിധ ഡൗട്ടുകളും ഇല്ല. സോ ഞാനതിൻ്റെ ഒഫീഷ്യൽ ഭംഗി നിങ്ങൾക്ക് മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് തരാം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നല്ലൊരു വിഷ്വൽ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. സോ ഇതാണ് ഇവിടുത്തെ ടെമ്പിൾ വരുന്നത്. സോ ഇവിടെ ചെറിയ ടെമ്പിൾ നിങ്ങൾ കണ്ടോ? സോ ദിസ് ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് ടോപ്പായി. സോ ഒരു ഗോൾഡൻ കളർ പോലെയൊക്കെ ഉണ്ടല്ലേ. സോ ഇവിടെ ചെരുപ്പിടാനൊന്നും കയറാൻ പാടില്ല. സോ ഞാൻ ഷൂ ഇട്ടിരിക്കുന്നത്. സോ ഇവിടെയാണ് ടെമ്പിൾ വരുന്നത്. സോ ബേസിക്കലി ഒരു ടെമ്പിൾ, അവിടെ ഒരു പൂജ ചെയ്യുന്ന പോലത്തെ സ്ഥലം അവിടെയുണ്ട്. സോ ഞാൻ അതുവഴി കയറി അതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻറ്റ്. ഞാൻ നോക്കണ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് അതാണ്. ഐ മീൻ ദ ബ്യൂട്ടി ഓഫ് KDHP പ്ലാന്റേഷൻ, കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ ഓഫ് മൂന്നാർ. ഓക്കെ, ദ റിയൽ മൂന്നാർ ആൻഡ് ദ റിയൽ ടീ പ്ലാന്റേഷൻസ്. ഐ വിൽ ഷോ യു ഗൈസ്. ഹംഗ്രി പോയി കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ അതുണ്ടോ, ഇത് വേറെ ഒരു നമ്മുടെ മരത്തിനടി കാണുന്ന പോലത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഓൾമോസ്റ്റ് ഇനിയും ടോപ്പിലോട്ട് പോകാണ്ട്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ടോപ്പിലെത്തി. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു ടോപ്പിലെത്തി ഇൻ ദ സെൻസ് ലൈക്ക് വീഡിയോ റണ്ണിങ് അല്ലേ. ഓൾമോസ്റ്റ് ഒരു ടോപ്പിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് വ്യൂ. ആ കാണുന്നതാണ് മൂന്നാർ. എൻ്റെ ബംഗ്ലാവ് അവിടെയാണ് വരുന്നത്. സോ ഞാൻ അവിടെ നിന്ന് കാണിച്ചു തന്നെ, താഴെ നിന്ന് കാണിച്ചു തന്നെ നല്ല നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് നിങ്ങൾക്ക് ആ വ്യൂ കാണിച്ചു തരാൻ പറ്റും നോക്കാം. സോ ബേസിക്കലി ഞാൻ എൻ്റർ ചെയ്തു, ആ ഒരു ക്ലോണൽ ഫീൽഡിൽ എൻ്റർ ചെയ്തു. ഞാൻ ഇതിലൊന്ന് ഓടി നോക്കട്ടെ. ഓക്കെ, സോ ഒരു രണ്ടാമത്തെ തട്ടി കൂടെ ഓടാം. സോ രണ്ടാമത്തെ തട്ടി കൂടെ ഓടിക്കഴിഞ്ഞാൽ മേ ബി യു ക്യാൻ ഗെറ്റ് ദ വ്യൂ, റൈറ്റ്? മേ ബി. സോ പോവാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ. സോ ഇതാണ് ആ വ്യൂ. സോ നിൻ പ്രാണൻ പാട്ടൊക്കെ ഞാൻ തന്നെ ഇടാം. സോ ഓടാൻ പറ്റില്ല, കാരണം കോണ്ടൂർ ലൈനിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓടിയെടുക്കാൻ പറ്റില്ല, ഇങ്ങനെ നടന്നു പോകാനേ പറ്റുള്ളൂ. സോ ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്. കാരണം കോണ്ടൂർ ഫീൽഡ് എപ്പോഴും എന്താ പറയുക, ഇങ്ങനെ ഒരു ചെരിഞ്ഞ് കർവ്, നിങ്ങൾക്ക് ആ കർവ് കാണാൻ പറ്റില്ല. ഞാനൊരു ലോ ആംഗിൾ ഷൂട്ട് ചെയ്ത് തരാം. സോ ഇതാണ് ആ കർവ്. ആ കർവിലായിരിക്കും, കൗ ഷേപ്പ്ഡായിരിക്കും എപ്പോഴും കോണ്ടൂർ ലൈൻസ് ഉണ്ടാവുക. അതുകൊണ്ട് it's not easy to shoot a cinematic 5D or 5K in the any gadget, but if you have to take the risk, you will get the maximum beauty. Oh my god. So yeah, anyway, I'm trying. So this is a view. So hey guys, so oh my god, look at that. It's I hope it's like എൻ്റെ വിഷ്വൽ എൻ്റെ കണ്ണിൽ കാണുന്ന ആ ബ്യൂട്ടി നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ ട്രൂലി ബിലീവ് ചെയ്യുന്നു. കാരണം ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് സിമിലർ, ബിക്കോസ് ഗോപ്രോയുടെ ഫ്രണ്ടിൽ എനിക്ക് അതിൻ്റെ വിഷ്വൽസ് കാണാൻ പറ്റും. ഐ തിങ്ക് ഇറ്റ്സ് ഫോക്കസ്, റൈറ്റ്? യാ. സോ ദിസ് ഈസ് കോണ്ടൂർ ലൈൻ. ഐ മീൻ ദ ടീ ക്ലോണൽ ഫീൽഡ് വിച്ച് ഈസ് ലൈക്ക് ടീ പ്ലാന്റേഷൻ. ടീ എന്ന സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായതും ഏറ്റവും കൂടുതൽ ഹൈ ക്വാളിറ്റി ടീ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീ ആണ് ടീ ക്ലോണൽ ഫീൽഡ്. ഇറ്റ് വിൽ ബി ലൈക്ക് ന്യൂവർ ടീ ആണ്, ഓൾഡർ ടീ അല്ല. ഓൾഡർ ടീ ആണ് ആ നിങ്ങളെ കാണുന്ന കാട്ടുപച്ചയിലുള്ള ആ ടീ. ആ ടീ സംബന്ധിച്ചോളം ആ ടീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾഡറാണ്, വിച്ച് ഈസ് അറൗണ്ട് ലൈക്ക് നമ്മുടെ സായിപ്പന്മാർ 1900 ലൈക്ക് ബിഫോർ 1910, 14 ഞാൻ പറഞ്ഞ പോലെ ഇവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ടായതും അത് ഫ്ലഡ് വന്ന് നശിച്ചു പോയതും അതിനുശേഷം അപ്പോഴേ ഇവിടെ ഉണ്ട്. സോ സി
അവർ കുറച്ച് സ്കെച്ചൊക്കെ കാണാം. ബേസിക്കലി ഐ എം എ ജോഗ്രഫി ആൻഡ് ജിസ് സ്റ്റുഡൻറ്റ്, ഐ മീൻ ജിസ് വർക്കർ നൗ. സോ ഈവൻ ദോ ലൈക്ക് ഐ ക്യാൻ ഈവൻ ഇമാജിൻ ഹൗ ദേ ആർ ലൈക്ക് സർവേ എടുത്ത് ഒറിജിനൽ പോയിൻ്റ് വെച്ചിട്ട് അവർ സർവേ എടുത്തിട്ട് അവർ എന്താ പറയുക മാപ്പ് വരച്ചേക്കാണ് മാനുവലി. സോ ആ കാലത്ത് ഈ കാണുന്ന പോലെ ജിസ് ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റമോ റിമോട്ട് സെൻസിങ്ങോ എന്താ പറയുക അത്രത്തോളം ആപ്പ് ജിസ് കാര്യങ്ങളൊന്നും ഡെവലപ്പ് ചെയ്യാത്ത പക്ഷം അവരെങ്ങനെയാണ് അത് അത്രയും എന്താ പറയുക ഡീറ്റെയിലിംഗ് ആയിട്ട്, കാരണം ആ മാപ്പാണ് ഇപ്പോഴും റെഫറൻസിന് എടുക്കുന്നത്. ഡിഡ് യു നോ ലൈക്ക് സോ ദേ ആർ സംതിങ്. ബിക്കോസ് ഞാൻ വേറെ ഒരു പ്ലാന്റേഷനിൽ ഇങ്ങനെ ഇത്രയും എന്താ പറയുക ഇത്രയും അതായത് ഇത്രയും ക്ലീൻ ആൻഡ് വെൽ ഡെവലപ്ഡ് എന്ന് വെച്ചാൽ പക്ക പ്രൊഫഷണലാണ് ഗൈസ്. കാരണം എനിക്ക് ഉള്ളിൽ ക്യാമറ എടുക്കാൻ പറ്റില്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഫുൾ ഓഡിറ്റിങ് കാര്യങ്ങളും എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ക പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ പക്ക പ്രൊഫഷണൽ. നിങ്ങൾക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യും. ലൈക്ക് നിങ്ങൾ ആ ഓഫീസിന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ, അവരുടെ ഓഫീസിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് ലൈക്ക് കീൻ ഇൻ ടു ഇറ്റ്. ലൈക്ക് കാരണം ലൈക്ക് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് ഇതുണ്ടോ, ലൈക്ക് എനിക്ക് ടീയുടെ ഗ്രോത്തിൻ്റെ സംഭവം തോന്നുന്നു. ലൈക്ക് ഇവിടെ ഓരോ മെഷർമെൻറ്റ് വെച്ചിട്ടുണ്ട് എത്രയിലാണ് ടീ എടുക്കേണ്ടതെന്ന്. മേ ബി ഐ എം റോങ്, ബട്ട് എൻ്റെ ടീ നോളജ് എന്തായാലും കാണുന്ന നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് കളിയാക്കി പറഞ്ഞല്ല, അത് ഉറപ്പാണ്. ലൈക്ക് ഞാൻ നിങ്ങളെപ്പോലെ ചിന്തിച്ചിരിക്കുന്ന പോലെയാണ്. പക്ഷേ ടീ സെക്ടർ ഈസ് സംതിങ് ഇൻ ടു വെൽ. മോർ ഓവർ ദാറ്റ് നല്ല സാലറി ഉണ്ട്, പക്ഷേ ഇവിടെയുള്ള നല്ല സാലറി ഉണ്ട്, കുറേ അലവൻസ് ഉണ്ട്, പക്ഷേ ലൈഫാണ് വിഷയം. സോ അതുകൊണ്ടാണ് പലരും ഈ സെക്ടറോട്ട് എടുക്കുന്നത്. പക്ഷേ അതർവൈസ് ലൈക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പക്ക ഗസ്റ്റ് ഹൗസ്. ലൈക്ക് ഇഫ് യു ആർ മാരീഡ്, യുവർ ചിൽഡ്രൻ ഗെറ്റ് എഡ്യൂക്കേഷൻ, ലൈക്ക് യുവർ വൈഫ് ക്യാൻ വർക്ക് ഇൻ TCS ആൻഡ് ലൈക്ക് എവറിഥിങ്. ആൻഡ് ടാറ്റ അവർ സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ റൺ സോ വെൽ. So this is the beauty of like KDHP plantation, one of the most beautiful plantation in Kerala, Munnar. So this is why Munnar is famous for. And also like I will make sure that once again I'm pakka promise like it's 100% sure that like the tourism of Kerala, the KDHP plantation Munnar, they will play a vital role in that, like a pakka വെരി പ്രോമിസിംഗ്ലി ഇവർ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുത്ത് ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ബിക്കോസ് അവരതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദാറ്റ്സ് ലൈക്ക് എന്താ പറയുക ആ ഒരു മെയിൻ്റെനൻസ്. കാരണം ഈ ഒരു വൃത്തിയും ഈ ഒരു എന്താ പറയുക ഈ വൃത്തി ഇൻ ദ സെൻസ് ഇതിങ്ങനെ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണുന്ന പോലെ അല്ല, അടുത്തുനിന്ന് കാണുമ്പോൾ സി യു ക്യാൻ സി ലൈക്ക് ഇതൊക്കെ ഇപ്പോൾ ഇതെന്താ പറയുക വിളവെടുത്ത് കഴിഞ്ഞ ടീ ഫീൽഡാണ്. ഇനി ഈ ഇളം തളിരിൽ കണ്ടോ, ഇത് കണ്ടോ, ഐ ക്യാൻ ഷോ യു. ഇതാണ് സാധനം. അപ്പോൾ ഇതിനി വളർന്ന് ആ ഒരു മീറ്റർ ആകുമ്പോഴാണ് നിങ്ങൾക്ക് കാണുന്ന ബ്യൂട്ടി വരുന്നത്. സോ ഇവർ അത്രയും വൃത്തിക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് 4 പ്ലാന്റേഷൻസും ഇത്രയും വൃത്തിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഐ മീൻ സോ അവരെന്താ പറയുക എല്ലാത്തിലും പക്ക പ്രോപ്പർ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ അവർക്ക് ഞാൻ കൊടുക്കാൻ പറ്റും. സോ എന്താ പറയുക ഈ ബ്യൂട്ടി നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സോ ഞാൻ റിയലി എൻജോയ് ചെയ്യുന്നു. എൻ്റെ നാച്ചുറൽ ആയതുകൊണ്ട് എന്താ പറയുക നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. സോ yes guys, so this is Jayshnu here, JJ Floppy Vlogs here, Hungry Boy. So follow for more, subscribe for more if you are like it only, okay? So നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫോളോ ചെയ്യുക. കാരണം ദിസ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് വൺ ഓഫ് ദ എന്താ പറയുക എനിക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തരണമെന്നുണ്ട്. കാരണം ഞാനടക്കമുള്ള പലരും ചിന്തിച്ചിരിക്കുന്ന ഈ ഫീൽഡിലോട്ട് വരുന്നതിന് മുമ്പ് ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബുൾഷിറ്റാണ്. നമ്മൾ ഭയങ്കര സയൻറ്റിഫിക് കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഡെറിവേഷൻസും കാര്യങ്ങളും ഉണ്ട്, ഡൈവേഴ്സേഷനും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് അറിയാം. സോ ഹിയർ ഐ ആം. സോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ അറിവിന് പറ്റുന്ന പോലെ ഞാൻ ഇതൊക്കെ കൺവേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങൾക്കിത് എന്താണെന്ന് ഏത് ടൈപ്പ് ഓഫ് ടീ ആണെന്നോ എന്താണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകും അതിന് ഭംഗിയാണെന്നോ അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഫോർ ഒബ്വിയസ്, ബിക്കോസ് നിങ്ങളുടെ ഫീൽഡല്ല. ബട്ട് എനിവേ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്കറിയാവുന്ന പോലെ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ എനിവേ യു ക്യാൻ എൻജോയ് റൈറ്റ്സ്. യാ സോ അപ്പോൾ എന്തായാലും ഇനി കിടിലം വ്ളോഗ് ഞാൻ ലൈക്ക് വീഡിയോസ് ഞാൻ എൻ്റെ ഒബ്വിയസ്ലി ഫസ്റ്റ് വർക്കാണ്, എൻ്റെ ഫ്രീ ടൈമിലാണ് ഞാൻ ചെയ്യണേ. ഓക്കെ സോ ദാറ്റ്സ് മേക്ക് സെൻസ്. ഓക്കെ സോ ഐ ഹോപ്പ് ദിസ് ക്ലിയർ. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ലൈക്ക് ഈ ഫീൽഡിനെ പറ്റിയും ഈ കാര്യങ്ങളെ പറ്റിയും എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ പറ്റി അവരുടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ക്ലിയർ ആണ്. സോ ഞാനൊരു റീലിനും കൂടിയുള്ളൊരു ഷൂട്ട് ചെയ്തിട്ട് സോ മഴ വരുന്നുണ്ട് ഇവിടെ. നല്ല മഴ ബേസിക്കലി 3-4 മഴ ഉണ്ടാവില്ല, ചെറിയ ചാറ്റൽ മഴ ഉണ്ടാവുള്ളൂ. സോ യാ ഗൈസ്, സോ യാ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ലൈക്ക് ഇതൊരു സെപ്പറേറ്റ് ഒരു 10 മിനിറ്റ് വ്ളോഗായിട്ട് ഞാൻ ഇടാം ഇതിനെ പറ്റിയുള്ള എക്സ്പ്രഷനും കാര്യങ്ങളായതുകൊണ്ട്. അതർവൈസ് യു മേ ഗെറ്റ് ബോർഡ് ബിക്കോസ് ലൈക്ക് ഐ എം ലൈക്ക് ടോക്കിംഗ് ലൈക്ക് ബ്ലാ 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 ബ്ലാ. So this is signing off. It's your JJ Floppy Vlogs here, Hungry Boy here. So follow for more and subscribe for more. So bye guys, love you. Bye, yeah, bye bye.